ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ഈസി മാത്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ പുതിയൊരു ചാനലാണ്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഇതിൽ ഉണ്ടായിരിക്കും, എസ്പെഷ്യലി 10th സ്റ്റാൻഡേർഡ് മാത്സ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം വളരെ ഡീപ്പായിട്ട് ഒന്ന് നോക്കണം, ഒന്ന് പീസായിട്ട് നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. അപ്പൊ തെറ്റിപ്പോവില്ല. എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. എന്താ, ഇതാണ് ഇവിടുത്തെ കീവേഡ്. ഏതാണ്? ഒന്ന് പ്രൊഡക്റ്റ്, രണ്ട് പ്രൈം ഫാക്ടേഴ്സ്. എന്താണ്? പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാനാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ കീവേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ നമ്പർ ഏതാണ്? 140 ആണ് അല്ലെ? എങ്ങനെയാ ചെയ്യേണ്ടേ? വളരെ സിമ്പിൾ ആണ്. ഒന്ന് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 140 എന്നങ്ങോട്ട് എഴുതാം. എന്നിട്ട് രണ്ട് വര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. എന്താ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ പ്രൈം നമ്പറിന്റെ പ്രൈം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഏതാ പ്രൈം നമ്പർ എന്ന് അറിയണ്ടേ? ഇതാ ഇവിടെ നോക്കിക്കോളൂ, വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. 2, 3, 5, 7, 11, 13 അല്ലെ? ഇതാണ് പ്രൈം നമ്പേഴ്സ്. ഇത് അങ്ങനെ പോലെ 13 കഴിഞ്ഞാൽ 17 പോവും, പിന്നെ 19, പിന്നെ 23. ഇതാണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? പ്രൈം നമ്പേഴ്സിന് നമുക്ക് ആ നമ്പർ ഇൻറ്റു 1 മാത്രമേ എഴുതാൻ പറ്റൂ, വേറെ രീതിയിൽ എഴുതാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇപ്പോ പ്രൈം നമ്പർ അല്ലാത്തൊരു നമ്പർ എടുത്തോ, 4 പ്രൈം നമ്പർ അല്ല. 4 നമുക്ക് എന്ത് എഴുതാം? 4 × 1 എഴുതാം, 2 × 2 എഴുതാം. പക്ഷെ പ്രൈം നമ്പറിന് അങ്ങനെ എഴുതാനേ പറ്റില്ല. പ്രൈം നമ്പറിന് നമുക്ക് ആകെ 2 × 1 എഴുതാം, 3 × 1 എഴുതാം. ഓക്കെ, പ്രൈം നമ്പർ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിനെ പ്രൈം നമ്പറിന്റെ ഫാക്ടർ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മുടെ നമ്പർ ഏതാണ്? 140 ആണ് അല്ലെ? നമുക്ക് ഫസ്റ്റ് 2 എടുക്കാം. 140ൽ എത്ര 2 പോവും? 70 പ്രാവശ്യം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പകുതി എടുത്താൽ മതി. 140യുടെ പകുതി 70. അഗൈൻ 2 കൊണ്ട് ചെയ്യാം. 70ൽ 35 പ്രാവശ്യം. 2 പോകും അല്ലെ? 70ന്റെ പകുതി 35. 2 പോവില്ല, 3 പോവില്ല. 3 പോവില്ല എന്നെങ്ങനെ മനസ്സിലായേ? 3, 5, 8. ഇത് രണ്ടും കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ അത് 3ന്റെ മൾട്ടിപ്പിൾ ടേബിൾ ഉണ്ടോ നോക്കുക. 3, 5, 8. 8 എന്ന് പറയുന്നത് 3ന്റെ ടേബിൾ ഇല്ലല്ലോ. 3, 6, 9 അങ്ങനെയല്ല 3. അപ്പൊ എന്താണ്? അപ്പൊ അത് നമുക്ക് 3 എടുക്കാൻ പറ്റില്ല. അടുത്ത നമ്പർ എടുക്കുക. അടുത്ത നമ്പർ ഏതാണ്? 5. ഈ ലാസ്റ്റ് നമ്പർ 5 ആണെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്നും നോക്കണ്ട, എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 5 കൊണ്ട് അപ്പം ഡിവൈഡ് ചെയ്യാം. ഓക്കെ, കണ്ട ഉടനെ. അപ്പോ 35ൽ 5 7 പ്രാവശ്യം പോലെ. അപ്പൊ ഈ 7 എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ പ്രൈം നമ്പർ തന്നെയാണ്. അപ്പൊ നമുക്ക് 7ൽ ഒരു പ്രാവശ്യം പോകും. ഇനി നമ്മൾ ഇതിനൊന്ന് എടുത്തെഴുതിയാൽ മതി. 140 ഈസ് ഈക്വൽ ടു എന്താണ്? 2 × 2 × 5 × 7. ഇനി ഇതിൽ നിങ്ങൾ ഏതെങ്കിലും നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിക്കുക. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് സ്ക്വയർ ചെയ്തിട്ട്, അതായത് എന്ത്, എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതാം. സിമ്പിൾ ആണ്, കേൾക്കുമ്പോൾ വലിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും 2 × 2 2 സ്ക്വയർ × 5 × 7. അപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ തിയറി ഓഫ് അരിത്മെറ്റിക് പ്രകാരം എന്ത് കിട്ടി? 140 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ × 5 × 7 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലെ? ആർക്കെങ്കിലും സിമ്പിൾ എല്ലാം തോന്നുന്നുണ്ടോ? വളരെ സിമ്പിൾ ആണ്, കാര്യമായിട്ടൊന്നും ഇതില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യേ വേണ്ടു. അടുത്ത നമ്പറാണ് 156. ഓക്കെ, 2 വര ഇട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ? 2 എടുക്കൂല്ലേ? ആദ്യം ഏറ്റവും സ്മോളസ്റ്റ് അവസാനത്തെ നമ്പർ ഏതാന്ന് നോക്കിയാൽ, അവസാനത്തെ നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ ഉടനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 2 എടുത്തു. 156ൽ എത്ര 2 ഉണ്ട്? ഇതിന്റെ പകുതി എടുത്താൽ മതി. ഈ 156 ഒക്കെ ആകുമ്പോൾ എന്താണ്, പകുതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും അല്ലെ? അപ്പൊ സാധാരണ ചെയ്താൽ മതി. 15ൽ എത്ര 2 ഉണ്ട്? 15ൽ 7 2 ഉണ്ട് അല്ലെ? 7 2 14 ഇത് 15 ആണ്. എത്ര ഡിഫറൻസ് ഉണ്ട് അവിടെ? 1ന്റെ അല്ലെ? 1 6 16. 16ൽ എത്ര 2 പോവും? 16ൽ 8 പ്രാവശ്യം അല്ലെ? ഇനി വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര വരിക? 7ൽ 2 2 4 6 3 പ്രാവശ്യം പോലെ. 1 ബാക്കിയുണ്ട്. 1 8 18. 18ൽ 9 പ്രാവശ്യം. ഇനി 2 ഉണ്ടാവില്ല, അടുത്ത 3 കൊണ്ട് ചെയ്യാം. കാരണം 3 9 12 എന്ന് പറയുന്ന 3ന്റെ ടേബിളിലുണ്ട്. 3 കൊണ്ട് ചെയ്യാം. 39ൽ 3ൽ ഒരു പ്രാവശ്യം, 9ൽ 3 പ്രാവശ്യം. ഇനി വീണ്ടും ഇത് 13 ആണ്. 13 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി? ആൻസർ കിട്ടി 156 ഈക്വൽ ടു 2 × 2 × 3 × 13.
ഓക്കെ, ആൻസർ ഇവിടെ എൻഡ് ആയോ? ഇല്ല, രണ്ട് നമ്പർ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോണൻഷ്യൽ ഫോർമുല ഇതാ, 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 13. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 3825. 3825 രണ്ട് വരെ ഇടുക. ഫസ്റ്റ് നമ്മൾ ഏത് നോക്കുക? രണ്ട് പോലെ, കാരണം ലാസ്റ്റ് 5 ആണ്. ആ 5 ആരാണ്? ഓഡ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് 3 പോവാൻ നോക്കാം. 3 പോകുന്ന എങ്ങനെയാ നോക്കുക? നിങ്ങൾ ഇതിനൊന്ന് ആഡ് ചെയ്ത് വെക്കുക. 3 തൊട്ട് 11, 11 2 13, 13 5 18 അല്ലെ? 18 എന്ന് പറയുന്നത് ആരുടെ ടേബിളുണ്ട്? 3ന്റെ ടേബിളിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 3 ഒരു പ്രാവശ്യം, 3 8 2 പ്രാവശ്യം പോലെ. 3 2 6 ആണ്, ഇത് 8 ആണ്. അപ്പൊ 2 അവിടെ ഉണ്ട്. 2 2 22. 22 എന്ന് പറയുമ്പോൾ 3ന്റെ ടേബിളിൽ വരുമ്പോൾ 7 പ്രാവശ്യം പോലെ. 7 3 21. ഇത് 22 അല്ലേ ഇത്? അപ്പൊ 1 അവിടെ ബാക്കിയുണ്ട്. 1 5 15 3 5 പ്രാവശ്യം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് 3 ഉണ്ടാവോ നോക്കാം. 1 2 3 3 7 10 5 15. 15 എന്ന് പറയുന്നത് 3ന്റെ ടേബിളുണ്ട്. അപ്പൊ നമുക്ക് ആരെ എടുക്കാം? 3 തന്നെ എടുക്കാം. 12 3 4 പ്രാവശ്യം, 7 3 2 പ്രാവശ്യം അല്ലെ? 3 2 6 ആണ്, ഇത് 7 ആണ്. 1 അവിടെ ബാക്കിയുണ്ട്. 1 5 15 3 5 പ്രാവശ്യം. ഇനി നമുക്ക് അടുത്ത നമ്പർ ആരെടുക്കാം? 4 2 6 5 11. 11 എന്ന് പറയുന്നത് 3ന്റെ ടേബിളിൽ ഇല്ല. അപ്പൊ നമുക്ക് ആരെടുക്കാം? 5 എടുക്കാം അല്ലെ? 42 5 എത്ര പ്രാവശ്യമാണ്? 8 പ്രാവശ്യം. 8 5 40 ആണ്, ഇത് 42 ആണ്. 2 ബാക്കിയുണ്ട് അല്ലെ? 2ഉം 5ഉം ചേർന്ന് 25. 25ൽ 5 പ്രാവശ്യം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് 5 തന്നെ എടുക്കാം. 5 8 ഒരു പ്രാവശ്യം, 3 ബാക്കിയുണ്ട്. 3 5 35. 35ൽ 7 പ്രാവശ്യം. ഇപ്പൊ നമുക്ക് 17 കിട്ടി. 17 ഇവിടെ ഉണ്ട്, പ്രൈം നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 17 തന്നെ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. 3825 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 17. ഇവിടെ രണ്ട് നമ്പർ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒരു എക്സ്പോണൻഷ്യൽ ഫോർമുല അങ്ങോട്ട് എഴുതി കൊടുക്കാം അല്ലെ? 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 17. ഓക്കെ, അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻ സിമ്പിൾ ആയി ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് 4ാമത്തെ ക്വസ്റ്റ്യൻ? 5005 അല്ലെ? 5005 4ാമത്തെ ക്വസ്റ്റ്യൻ 5005. അപ്പൊ എങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ 5005 എഴുതുക, 2 വരെ ഇടുക. ഇതിൽ ഏത് നമ്പറാ പോവാ? 1 2 പോലെ, 3 പോലെ, 5 അല്ലെ? ലാസ്റ്റ് നമ്പർ നോക്കിയാൽ മതി. ജസ്റ്റ് 5 പോവും. 5ൽ 5 ഒരു പ്രാവശ്യം. 2 0 താഴ്ത്തി എഴുതുക. 5ൽ 5 ഒരു പ്രാവശ്യം. ഇനി നമ്മൾ അടുത്ത നമ്പർ ഏതാണ്? പ്രൈം നമ്പർ. 5 കഴിഞ്ഞാൽ ഏതാ? പ്രൈം നമ്പർ പോയില്ലേ? അവിടുന്ന് നമുക്ക് എഴുതാം. 2 3 5 7 11 13 17 19 23. ഇത് അറിയില്ല, നിങ്ങളൊന്ന് പഠിച്ചോട്ടോ. 100 വരെ ഉള്ളത് പഠിക്കാൻ ജസ്റ്റ് 5 മിനിറ്റ് മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രൈം നമ്പർ 7 എടുത്തു അല്ലെ? 7 എടുത്തു. 1001 എത്ര 7 ഉണ്ട്? അപ്പൊ 10ൽ എത്ര 7 ആ? ഒരു പ്രാവശ്യം അല്ലെ? ഒരു 7 ആണ്. ഇത് 10 ആണ് അല്ലെ? 3 ബാക്കിയുണ്ട്. 3 0 30. 30ൽ 7 4 പ്രാവശ്യം. 4 7 28. നമ്മുടെ നമ്പർ 30 ആയിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് എന്ത്? അവിടെ എത്ര ബാക്കിയുണ്ട്? 2 ഉണ്ട്. 2 1 21ൽ 7 3 പ്രാവശ്യം. ഇത് നമുക്ക് അടുത്ത നമ്പർ ഏതെടുക്കാം? 7 കഴിഞ്ഞാലുള്ള പ്രൈം നമ്പർ 7 കഴിഞ്ഞാൽ 11. ഓക്കെ, അപ്പൊ 11 എടുത്തു. 14ൽ 11 ഒരു പ്രാവശ്യം പോലെ. 11 ഇത് 14ആണ്. അപ്പൊ എത്ര ബാക്കിയുണ്ട്? 3 ഉണ്ട് അല്ലെ? 3 3 33ൽ 3 പ്രാവശ്യം. അപ്പൊ ഈ 13 ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഒരു 1. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. എത്രയാണ്? 5005 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 7 ഇൻറ്റു 11 ഇൻറ്റു 13. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് അല്ലെ? 5 7 11 13. കിട്ടിയില്ല? നല്ല നമ്പർ അല്ലേ? അടിപൊളി നമ്പർ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഏതാണ് ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് 7429 അല്ലേ? 7429. അപ്പൊ ഞാൻ ഇവിടെ എടുത്തു തന്നാണ് 7429. ഓക്കെ, അപ്പൊ നമുക്ക് 2 പോവില്ല, 3 പോവോ? 3 പോകും നോക്കാം. 7 4 11 11 2 13 9 22. 22 3ന്റെ പോകുന്നില്ല.
ഇനി അടുത്തത് ഏതാണ്? അടുത്ത നമുക്ക് 5 എന്തായാലും പോവില്ല. 7 നോക്കാം. 7 ഇവിടെ ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കുന്നുണ്ട്. 29 7 ഒരു പ്രാവശ്യം, ഒരു 7 ഓക്കെ. 4 പോയില്ല, അപ്പൊ ഒരു 0 ഇടാം. 42 7 6 പ്രാവശ്യം, 6 42 0 9 7 ഒരു പ്രാവശ്യം, ഒരു 7 അയ്യോ ബാലൻസ് വരുന്നുണ്ടല്ലോ. അപ്പൊ 7 നടക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത നമ്പർ നോക്കണം. അടുത്ത നമ്പർ ഏതാണ്? 11 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക, പിന്നെ 13 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. സമയം കളയുന്നില്ല, അത് രണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ. അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ? അവിടെ റിമൈൻഡർ വരും. അപ്പൊ പൂർണ്ണമായിട്ടും പോകുന്ന നമ്പർ ഏതായിരിക്കാൻ സാധ്യതയുണ്ട്? 17 വെച്ച് ചെയ്ത് നോക്കാം അല്ലെ. 17 വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. 17 വെച്ച് ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഇവിടെ അങ്ങ് എഴുതാം. ഓക്കെ. 17 74 എത്ര 17 പോവും? അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും അല്ലെ. അപ്പൊ ചിന്തിക്കുന്ന നമ്മൾ എന്ത് ചെയ്യാം? തെറ്റിപ്പോവാൻ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 17 ടേബിൾ എഴുതാം. 17 17 34 34 17 51 51 17 68 68 17 85 85 17 102 102 17 119 119 17 136 136 17 153 170. അപ്പൊ നമുക്ക് 17 ടേബിൾ കിട്ടി അല്ലെ. ഓരോന്നോരോന്നും കൂട്ടിയാൽ മതി, 17 വെച്ച് കൂട്ടിയാൽ മതി. ഓക്കെ. അപ്പൊ 74 എത്ര 17 ഉണ്ട്? 74 എന്ന് പറയുമ്പോൾ ഇതിന്റെ മേലെ വരും അല്ലെ. 4 പ്രാവശ്യം 4 17 68 ആണ്. ഇത് 74 ആണ്. അപ്പൊ അവിടെ എത്ര ബാക്കിയുണ്ട്? 6 ഉണ്ട്. 6 2 62 62 എന്ന് പറയുമ്പോൾ ഇതിന്റെ മേലെയാണ് അല്ലെ. 3 പ്രാവശ്യം 3 17 51. നമ്മുടെ നമ്പർ എത്രയായിരുന്നു? 62 അല്ലെ. അപ്പോ എത്രന്റെ വ്യത്യാസമുണ്ട്? 62ഉം 51 തമ്മിൽ 11ന്റെ വ്യത്യാസം. 11 9 119 119 എത്ര 7 പോകുന്നുണ്ട്? 1 2 3 4 5 6 7 പ്രാവശ്യം അല്ലെ. 437. അതായത് 7429 17 കൊണ്ട് ഹരിച്ചാൽ ഡിവൈഡ് ചെയ്താൽ 437 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത നമ്പർ നോക്കാം. അടുത്ത നമ്പർ ഏതാണ്? പ്രൈം നമ്പർ 19 അല്ലെ. 19 437 എത്ര 19 ഉണ്ടെന്ന് നോക്കുന്നേ. അപ്പൊ നമുക്ക് ജസ്റ്റ് 19 ടേബിൾ എഴുതാം. 19 38 57 57 19 67 77 76 അത്ര മതി. നോക്കാം, വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി എഴുതാം. ഓക്കെ. 43 എത്ര 19 ഉണ്ട്? 2 19 2 19 എത്രയാണ്? 38 ആണ് അല്ലെ. ഇത് 43 ആണ്. എത്രയുണ്ട് അവിടെ? ബാക്കി 5 5 7 57 57 എത്ര പ്രാവശ്യമാണ്? 1 2 3 പ്രാവശ്യം പോകും. ഇത് നോക്കൂ, നമ്മുടെ അടുത്ത നമ്പർ 23 ആണ്. 23 ആരാണ്? നമ്മുടെ പ്രൈം നമ്പർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 23 ഇങ്ങോട്ട് എടുത്തെഴുതാം. ഓക്കെ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുകയാണ്. 7429 ഈസ് ഈക്വൽ ടു 17 into 19 into 23. ഓക്കെ. ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മുടെ ഫൈനൽ ആൻസർ തന്നെയാണിത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മൾ സൂപ്പർ ആയിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ.